ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം തിരുവചനം. ഇതാ, നിനക്ക് മുൻപ് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. പിതാവായ ദൈവം വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിലൂടെ പറയുകയാണ്, നിനക്ക് മുൻപ് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെ മുൻനിർത്തിയാണോ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലേക്കും ഇറങ്ങുന്നതെങ്കിൽ, ആ ദൈവമാണ് നിങ്ങൾക്ക് മുൻപേ പോയി വഴി തെളിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കാരണം വഴി തെളിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. അവൻ്റെ തണലിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവനാണ് നിന്നെ കൈപിടിച്ച് നടത്തുന്നതെങ്കിൽ സമൃദ്ധിയുടെ നിറവിലേക്ക് അവൻ നിന്നെ കൊണ്ടുപോകും. നിനക്കെന്താണോ ആവശ്യം, ആ ആവശ്യം നിറവേറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകും. നിന്റെ കാൽ വഴുതുവാൻ അവൻ അനുവദിക്കുകയില്ല. അവൻ നിനക്ക് മുൻപേ ഒരു പ്രകാശമായി സഞ്ചരിക്കും. അതുകൊണ്ട് നീ ഒരിടത്തും തട്ടി വീഴുകയില്ല. നിനക്കെതിരെ ഒരു ശത്രു പോലും വരികയില്ല. കാരണം ആ പിതാവായ ദൈവം നിന്റെ കാവൽക്കാരൻ കൂടിയാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വഴിതെളിക്കുന്ന ജീവിതമായി മാറുമോ? അങ്ങനെയുള്ള ഒരു ജീവിതമാണോ നമ്മുടേത്? യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ നമ്മളും ബാധ്യസ്ഥരല്ലേ? യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ ശിഷ്യനാണെന്ന് നിൻ്റെ പ്രവൃത്തികളിലൂടെ ലോകത്തെ അറിയിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എന്നും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് മുൻപ് വഴിയൊരുക്കുവാൻ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തിൻ്റെ തണലിൽ നീ മുൻപോട്ട് പോകുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറട്ടെ. നിൻ്റെ മുന്നിലുള്ള എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ആ ദൈവം ഇന്നു മുതൽ എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.